എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു 4 മണി സ്നാക്ക് ഉണ്ടാക്കാം. നമ്മൾ ക്യാരറ്റ് തൊലി കളഞ്ഞ് ഇതേപോലെ വട്ടത്തിൽ എറിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റും ദോശമാവും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ തലേദിവസത്തെ ബാക്കി വന്നാൽ നമ്മൾ ഇന്നുണ്ടാക്കുമ്പോൾ ബാക്കി മാവ് ഉണ്ടാവുമല്ലോ, ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ മാവ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ദോശമാവിൽ ഉപ്പുണ്ട്, ഇത്തിരി കുറവുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി. മുളകും പൊടി നല്ല എരിവ് വേണം, അല്ല ഇവിടെ നല്ല എരിവ് വേണം, അതുകൊണ്ട് കുറച്ചും കൂടി മുളകും പൊടി ഇട്ടു. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ദോശമാവ് ഇതേപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ദോശമാവിൻ്റെ ഒരു പുളിയും എരിവും എല്ലാം കൂടി ആകുമ്പോഴേ ക്യാരറ്റിൻ്റെ മധുരവും ദോശമാവ് നല്ലോണം മിക്സ് ചെയ്തു. ഇനിയും നമ്മൾക്ക് ഇത് എന്താ വേണ്ടതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ തൊലി കളഞ്ഞ് നൈസായിട്ട് വട്ടത്തിൽ എരിഞ്ഞെടുത്ത ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ട്രിപ്പ് ഇടാളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഇതിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ നമ്മൾ മീഡിയം ചൂടിൽ വെച്ചിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ക്യാരറ്റ് കൊണ്ടുള്ള ദോശമാവും ക്യാരറ്റും ഉപയോഗിച്ചിട്ടുള്ളൊരു വിഭവം 4 മണി സ്നാക്ക് 2 പുറവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മളുടെ 4 മണി സ്നാക്ക് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു 4 മണി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. ഒരു സാധാരണ ഇത് തിന്നണ പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്.